അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാനിപ്പോൾ വന്നത് സൗദിയിലെ പ്രവാസികളോട് പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം. സൗദി അറേബ്യയിൽ ഒരുപാട് പ്രവാസികളുണ്ട്. നമ്മൾ മലയാളികളടക്കം ഒരുപാട് പ്രവാസികൾ ജോലി ചെയ്യുന്നുണ്ട്. കമ്പനി ജോലി ചെയ്യുന്നവരുണ്ട്, മോശച്ചെലവ് ജോലി ചെയ്യുന്നവരുണ്ട്. 10, 15, 20 വർഷമൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇവർക്ക് ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ശമ്പളം കിട്ടാത്ത പ്രശ്നം ഉണ്ടാവും. ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഒഴിവാക്കി എക്സിറ്റ് അടിച്ച് പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും. ഇവരൊക്കെ എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്, നമ്മൾക്ക് ഇത്ര വർഷം ജോലി ചെയ്തിട്ടുണ്ട്, അതിന് ബെനിഫിറ്റൊക്കെ കിട്ടുമോ? എനിക്ക് പറയുന്നത്, നിങ്ങൾ ഏത് കമ്പനിയിലായിക്കോട്ടെ, മോശയിലായിക്കോട്ടെ, നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും. ആ കമ്പനിയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബെനിഫിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടും. ഇനി നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കേസുമായി പോകാം. വക്കീലിൽ വെച്ചിട്ടോ നിങ്ങൾ ഡയറക്റ്റ് ലേബർ കോർട്ടായിട്ടൊക്കെ പോകാം. പക്ഷെ നമ്മൾ ആളുകൾക്കുള്ള തെറ്റിദ്ധാരണ എന്താ അറിയോ, നമ്മൾ കേസ് കൊടുത്താൽ നമ്മളെ പേരിലേക്ക് അവൾ കള്ളക്കേസ് ഉണ്ടാക്കുമോ, എത്ര മാസം പിടിക്കും നമുക്ക് വിധിയായി കിട്ടാൻ, നമുക്ക് മറ്റെന്താ പ്രശ്നം ഉണ്ടാവുമോ, നാട്ടിൽ പോകാൻ പറ്റുമോ? ഇതൊരു തെറ്റിദ്ധാരണ, വല്ലാത്തൊരു തെറ്റിദ്ധാരണ നമ്മളെ പ്രവാസികളുടെ. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും. നിങ്ങൾക്ക് ഏത് വരെയും പോകാം. ലേബർ കോർട്ടിലായിക്കോട്ടെ, കോടതിയിലായിക്കോട്ടെ, ഏത് കേസുമായിട്ട് നിങ്ങൾക്ക് പോകാം. ശമ്പളം കിട്ടാത്ത പ്രശ്നമാണെങ്കിൽ ശമ്പളം, ബെനിഫിറ്റ് കിട്ടാത്തതിലാണ് അതിങ്ങനെ പോകാം. അത് വക്കീൽ വെച്ച് പോകാം, നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ പോകാം, ഏത് കൊലത്തിൽ പോകാം. പക്ഷേ യാതൊരു പ്രശ്നവും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ പോകണം. ക്ഷമയും വേണം. തെറ്റിദ്ധാരണയാണ്, നമ്മളെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കുമോ, അതുണ്ടാക്കുമോ, ഇതുണ്ടാക്കുമോ. കള്ളക്കേസ് ഉണ്ടാക്കണമൊക്കെ തെളിവുകൾ വേണം. തെളിവില്ലാതെ കള്ളക്കേസ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ നീതിയായി പോയാൽ നിങ്ങൾക്ക് നീതി കിട്ടും. കേസുമായി പോയാൽ നിങ്ങൾക്ക് നീതി കിട്ടും. യാതൊരു തടസ്സമില്ല. നിങ്ങൾ പറയുക അവർ മറ്റവരാണ്, അവർ ഉദ്യോഗസ്ഥന്മാരാണ്, മറ്റവരാണ്, അതിലൊന്നും തടസ്സമില്ല. നമുക്ക് നീതി കിട്ടും. അതിൻ്റെ വഴിക്ക് പോയാൽ നമുക്ക് നീതി കിട്ടും. നിങ്ങൾക്ക് പരാതി കൊടുക്കാം, ലേബർ കോർട്ട് പരാതി കൊടുക്കാം, കോടതി പരാതി കൊടുക്കാം, നിങ്ങൾക്ക് മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കാം, നിങ്ങൾക്ക് ഇവിടുത്തെ അല്ലെങ്കിൽ ഗവർണറേറ്റ് ഇവിടെയൊക്കെ പരാതി കൊടുക്കാൻ നിങ്ങൾക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ ഇതിനൊക്കെ ഇവിടെ സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് നീതി കിട്ടും. നമ്മളടുത്ത് തെളിവുകളും കാര്യമുണ്ടെങ്കിൽ നമുക്ക് നീതി കിട്ടും. അതിൽ യാതൊരു തടസ്സമില്ല. തെറ്റിദ്ധാരണകൾ മാറ്റുക. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമുക്ക് നീതിയുമായി മുന്നോട്ട് പോകാം. മറക്കണ്ട. എന്ത് സംശയം വിളിക്കാം. അസ്സലാമു അലൈക്കും.